രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഴം പൊരിക്കുക. പഴം പൊരിച്ചത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിച്ചോളും. അങ്ങനെ പഴം പൊരിക്കുക. പഴം പൊരിച്ചത് പച്ചക്ക് കൊടുത്താൽ തിന്നൂല, പക്ഷേ ഇങ്ങനെ ആക്കി കൊടുത്താൽ തിന്നോളും. ഇത് നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ ആക്കി ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചു. റെഡിയാക്കിയിട്ട് ബാഗിലൊക്കെ എടുത്ത് വെക്കുക. ബാഗ് ആദ്യം റെഡിയാക്കിയാൽ പിന്നെ അച്ഛനെ റെഡിയാക്കാൻ വേണ്ടി പോയാൽ മതി. പിന്നെ ഇത് നോക്കണ്ടല്ലോ, അല്ലെങ്കിൽ തിരക്കിന് എന്തെങ്കിലും മറന്നു പോകൂലേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അത് റെഡിയാക്കുമ്പോഴാണ് റിച്ചുവിനെ കാണുന്നില്ല. റിച്ചുവിനെ നോക്കുമ്പോൾ ഉണ്ട് ഇതാ ഇവിടെ ടൈൽസിൻ്റെ പൊടിയും ടൈലൊക്കെ ഉണ്ട്. ടൈലിടുന്ന പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുള്ള് പൊടി അതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടി ഉള്ളിലേക്ക് വരുമ്പോഴേക്കുണ്ട് അച്ചു യൂണിഫോമൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി റെഡിയായി കഴിഞ്ഞ് ഞാൻ വേറെ എന്തോ പണിക്കോയി. അപ്പോഴേക്ക് ഇതാ ഇവിടുന്ന് കുരുത്തക്കേട് തുടങ്ങിയതാ. യൂണിഫോം ഇട്ടിട്ടാണ് ചേച്ചി അനിയന് കാണിച്ചു കൊടുക്കുന്നു പൊടി വാരണം, എങ്ങനെയാണ് പൊടി വാരുന്നത്. ഇതന്നെ എപ്പോഴും ഇവിടെ ഇതന്നെ വഴക്കുണ്ടാവില്ല. രണ്ടുപേരും കൂടി കുരുത്തക്കേട് കളിച്ച് ഉണ്ടാ അവൾ കാണിച്ചു കൊടുത്തു, ഓൻ അതേപോലെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാം ശരിയാക്കിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ബാഗൊക്കെ എടുത്ത് ഇനി വണ്ടീനെ കാത്ത് വെക്കുക. വണ്ടി ഇവിടുന്ന് ഓണടിക്കുന്ന കേൾക്കുമ്പോഴാണ് നമ്മൾ പോകുക. നമ്മുടെ ഈ റോഡിലേ വണ്ടി വരില്ല, അപ്പുറത്തെ റോഡിലേ വരുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് നടക്കും. അപ്പോൾ നടന്നിട്ട് പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ റിച്ചുവിനെ കാണാണ്ട് നമ്മൾ വന്നത്. അവൻ എങ്ങനെയോ കണ്ടിട്ട് അച്ചു പറയും അതാ റിച്ചു വരുന്നു അമ്മേന്ന്. അതാ കരഞ്ഞോണ്ട് വരിക. എന്നിട്ട് പിന്നെ അവനെയും കൂട്ടി. അപ്പോൾ അവന് നടക്കാൻ പറ്റില്ല, അവനെ എടുക്കണം. എന്നിട്ട് അവനെ എടുത്ത് നമ്മൾ അച്ചുവിനെ കൊണ്ടുവിടാൻ പോവുകയാണ്. അങ്ങനെ അച്ചുവിനെ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് അച്ചു പിന്നെ ഇവനെ എടുത്തിട്ടാണ്. ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ അച്ചുവിനെ വണ്ടിയിൽ കയറ്റുന്ന വീഡിയോ ഒന്നും